നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലംബാർ പങ്ക്ചർ എന്ന പ്രൊസീജിയറിനെ കുറിച്ചാണ്. ഒരു രോഗിയുടെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന അസുഖം എന്ത് എന്ന് മനസ്സിലാക്കാൻ ന്യൂറോളജിസ്റ്റിനെ സഹായിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു പ്രൊസീജിയറാണ് ലംബാർ പങ്ക്ചർ. സ്പൈനൽ കോഡിന് ചുറ്റുമുള്ള സബരക്നോയിഡ് സ്പേസ് എന്ന് പറയുന്നിടത്തുള്ള ഫ്ലൂയിഡാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. തലച്ചോറിൻ്റെ ഉള്ളിലും ഉണ്ട് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇത് സ്പൈനൽ കോഡിൻ്റെ അങ്ങോട്ടേക്കും വരും. സ്പൈനൽ കോഡിൻ്റെ ചുറ്റുമുള്ള ഈ പറയുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ നടുവിൻ്റെ അവിടെ ഒരു സൂചി വെച്ച് കുത്തി ആ ഫ്ലൂയിഡ് പുറത്തേക്കെടുത്ത് ടെസ്റ്റിങ്ങിനായി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ലംബാർ പങ്ക്ചർ എന്നും CSF അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അനാലിസിസ് എന്നും പറയുന്നു. എന്തിനു വേണ്ടിയാണ് ലംബാർ പങ്ക്ചർ ചെയ്യുന്നത്? പല കാരണങ്ങൾക്ക് വേണ്ടിയാകാം. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ ഒരാളുടെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡിനെ ബാധിച്ചിരിക്കുന്ന അസുഖം എന്ത് എന്ന് മനസ്സിലാക്കാൻ. ഇത് തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ, മെനിഞ്ചൈറ്റിസ് ഒക്കെ, കൈക്കും കാലിനും തളർച്ചയുണ്ടാക്കുന്ന GB സിൻഡ്രോം എന്ന് പറയുന്ന രോഗങ്ങളിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനായി ലംബാർ പങ്ക്ചർ നമ്മൾ ചെയ്യും. 2, ഓപ്പറേഷനുകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സ്പൈനൽ അനസ്തീഷ്യ രോഗികൾക്ക് കൊടുക്കും. പ്രത്യേകിച്ച് പൊക്കിളിന് താഴെയുള്ള ഓപ്പറേഷനുകൾ, അത് ഹെർണിയയുടെയൊക്കെ ഓപ്പറേഷനായിരിക്കാം, കാലിലെ എല്ലിൻ്റെ ഒടുവിൻ്റെയൊക്കെ ഓപ്പറേഷനായിരിക്കാം. അപ്പോൾ നട്ടെല്ലിൻ്റെ താഴേക്കുള്ള ഭാഗം മരവിപ്പിക്കുന്ന മരുന്ന് കുത്തിവെച്ച് സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുന്നതിന് ലംബാർ പങ്ക്ചർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അനസ്തീഷ്യയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകളല്ലാതെ ചിലപ്പോഴൊക്കെ തലച്ചോറിനെയൊക്കെ ബാധിക്കുന്ന ചില ക്യാൻസറുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയായിട്ടുള്ള മരുന്ന് കുത്തിവെക്കുന്നതിനും നമ്മൾ ലംബാർ പങ്ക്ചർ ചെയ്യും. ലംബാർ പങ്ക്ചർ ചെയ്യുന്ന മറ്റൊരു കാരണമാണ് തലച്ചോറിൻ്റെ പ്രഷർ എത്ര എന്ന് മനസ്സിലാക്കാൻ. തലയുടെ മർദ്ദം കൂടുന്നത് കൊണ്ട് തലവേദന, കാഴ്ചയ്ക്ക് മങ്ങൽ, രണ്ടായി കാണുക, ഇങ്ങനെയുള്ള അവസ്ഥയുള്ളവർ തലയുടെ പ്രഷർ കൂടുതലാണോ എന്ന് നോക്കുന്നത് ലംബാർ പങ്ക്ചർ വെച്ചാണ്. ഏറ്റവും അവസാനമായി അതിശക്തമായ തലവേദനയുമായി വരുന്ന ഒരു രോഗിക്ക് തലച്ചോറിൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാനും നമ്മൾ നട്ടെല്ലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യും. പല രോഗികൾക്കും നടുവിനിട്ടൊക്കെ സൂചി വെച്ച് കുത്തുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. ലംബാർ പങ്ക്ചർ അങ്ങനെ അത്ര പേടിക്കേണ്ട ഒരു പ്രൊസീജിയർ അല്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ പ്രൊസീജിയർ തീരും. ലംബാർ പങ്ക്ചർ ചെയ്യുന്നതിനായി ഈ പടത്തിൽ കാണുന്നത് പോലെ രോഗിയെ നമ്മൾ ഒരു സൈഡിലേക്ക് ചെരിച്ച് കിടത്തും. അത് ഇടതുവശത്തേക്ക്, ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലാണ് രോഗി കിടക്കുക. അതിനുശേഷം രോഗിയുടെ കാല് വയറ്റത്തോട്ടേക്ക് മടക്കുകയും തല മുമ്പോട്ടേക്ക് കുറച്ച് ബെൻഡ് ചെയ്യുകയും ചെയ്യും. ഇത് നടുവിൻ്റെ അവിടുത്തെ കശേരുക്കളുടെ ഇടയിലുള്ള അകലം കൂട്ടുന്നതിനും ഈസി ആയിട്ട് ഈ സൂചി കയറ്റുന്നതിനുമാണ്. നേരെ അങ്ങ് സൂചി കുത്തി കയറ്റുമൊന്നുമില്ല കേട്ടോ. ആദ്യം നമ്മൾ ആ ഭാഗം ലോക്കൽ അനസ്തീഷ്യ കൊടുക്കും, അവിടെ മരവിപ്പിക്കും. ക്ലീൻ ചെയ്ത് മരവിപ്പിക്കാനുള്ള മരുന്നുകൾ കുത്തിവെച്ച് അതിനുശേഷമാണ് രോഗിക്ക് യോജിച്ച സൈസിലുള്ള ലംബാർ പങ്ക്ചർ നീഡിൽ, ഈ പടത്തിൽ കാണുന്നതാണ് ലംബാർ പങ്ക്ചർ നീഡിൽ, അത് നട്ടെല്ലിലെ എല്ലിൻ്റെ ഇടയിലേക്ക് കയറ്റുകയും സബരക്നോയിഡ് സ്പേസ് എന്ന് പറയുന്ന അവിടേക്ക് എത്തി അവിടെ നിന്ന് ഈ പറയുന്ന ഫ്ലൂയിഡ് ടെസ്റ്റിങ്ങിന് വേണ്ടിയായി എടുക്കുകയും ചെയ്യുക. തലയുടെ പ്രഷർ നോക്കുന്ന സാഹചര്യങ്ങളിലും ഈ മരുന്ന് തലച്ചോറിലേക്ക് ഒക്കെ സ്പൈനൽ ഫ്ലൂയിഡിലേക്ക് കുത്തിവെക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പ്രൊസീജിയർ ഒരു ഇച്ചിരി കൂടുതൽ സമയമെടുത്തേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് കൊണ്ട് ലംബാർ പങ്ക്ചർ കഴിയും. ലംബാർ പങ്ക്ചർ കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മുതൽ 12 മണിക്കൂർ വരെ രോഗി പൂർണ്ണമായിട്ടും കിടക്കണം. തുടക്കത്തിൽ നമ്മൾ കാൽഭാഗം പൊക്കി വെച്ചായിരിക്കും കിടക്കുക. ലംബാർ പങ്ക്ചർ കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്താൽ അത് തലവേദനയ്ക്ക് വഴിവെക്കാം. പോസ്റ്റ് ലംബാർ പങ്ക്ചർ ഹെഡേക്ക് എന്നാണ് ഇതിന് പറയുക. ഇതിനെപ്പറ്റി ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്.
ലംബാർ പങ്ക്ചർ കഴിഞ്ഞ് ഒരു 24 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പിന്നെ റൊട്ടീനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഈ തലയിലെ ഫ്ലൂയിഡ് എടുത്തു മാറ്റിയത് കൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇത് വീണ്ടും ശരീരം തലച്ചോറും ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലൂയിഡ് തന്നെയാണ്. ഈ ലംബാർ പങ്ക്ചർ ചെയ്ത് എടുക്കുന്ന ഫ്ലൂയിഡ് സാധാരണഗതിയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. സ്മെല്ലൊന്നുമില്ല, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അതിൽ നോർമലി ടെസ്റ്റ് ചെയ്യുമ്പോൾ സെല്ലുകളൊന്നും ഉണ്ടാവില്ല. കുറച്ച് പ്രോട്ടീൻ, ഷുഗറിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. എന്ത് അസുഖമാണ് തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നത് എന്നനുസരിച്ച് ഈ CSF എന്ന് പറയുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലെ സെൽ, പ്രോട്ടീൻ, ഷുഗർ ഇതിനൊക്കെ വേരിയേഷൻ വരികയും ഏത് രോഗമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായകമാകുകയും ചെയ്യും. ഈ വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യം ലംബാർ പങ്ക്ചർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, നടുവിനിട്ട് സൂചി കുത്തുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ രോഗികൾക്ക് ഒരു പരിഭ്രമമാണ്. അപ്പോൾ ആ പറയുന്ന രോഗികൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടി, കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.